നമസ്കാരം. ഹോം മേക്കേഴ്സിന് എങ്ങനെ മണി സേവ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പം മറ്റ് ജോലിക്കൊന്നും പോവാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാത്രം നോക്കിയിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതിൽ പലരുടെയും കയ്യിൽ ഒരു രൂപ പോലും സ്വന്തമായി എടുക്കാൻ കഴിയാത്തവരുണ്ട്. അല്ലേ, വല്ലാതെ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെ എന്തെങ്കിലും ഒരാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരും. ചിലപ്പോൾ പലരും അത് ചോദിക്കില്ല. ചിലപ്പോൾ വീട്ടിലെ ഫിനാൻഷ്യൽ സെറ്റപ്പ് അത്രയും മോശമായിട്ട് ഇനി എൻ്റെ കാര്യം കൂടി പറഞ്ഞ് ചോദിക്കണ്ട എന്ന് വിചാരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ. അതല്ല, ഫിനാൻഷ്യലിയൊക്കെ നല്ല സ്റ്റേബിളായിട്ടുള്ള വീട്ടിലുള്ള സ്ത്രീകളും ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അവരുടെ കയ്യിലും ഒരു പൈസ ഉണ്ടാവില്ല. വീട്ടിലെ കാര്യങ്ങളെല്ലാം അവർ നന്നായി നോക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രൂപ എടുക്കാൻ കയ്യിലില്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യം നമുക്ക് കിച്ചണിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് നമ്മളൊരു മീൽ പ്ലാൻ തയ്യാറാക്കുക. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം മീൽ പ്ലാൻ എന്നുള്ളത് എന്താണ്. മീൽ പ്ലാൻ എന്ന് പറയുമ്പോൾ രാവിലെ നമ്മളൊരു ദിവസത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ ലഞ്ച്, ഈവനിങ് സ്നാക്ക്, ഡിന്നർ, ഇതാണല്ലോ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഒരാഴ്ചത്തേക്ക് നമുക്ക് വേണ്ടുന്നത് ഈ മീൽ പ്ലാനിൽ തയ്യാറാക്കുക. ഒരാഴ്ചത്തെ തയ്യാറാക്കിയാൽ പിന്നെ നമുക്കത് ഒരു മാസത്തേക്ക് തയ്യാറാക്കാമല്ലോ. ആ ഒരു മാസത്തേക്ക് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ, അതായത് ആദ്യം നമുക്ക് ഗ്രോസറിയിലേക്ക് പോകാം. അതായത് ഇപ്പോൾ അരി എത്ര വേണം, അതുപോലെ പൊടികൾ, ഗോതമ്പ് പൊടി, അരിപ്പൊടി, പിന്നെ പയറ് വർഗ്ഗങ്ങൾ, അതുപോലെ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ഈ ഐറ്റംസൊക്കെ എത്ര വേണം എന്നുള്ളത് നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി അങ്ങനെ ചെയ്യാത്തവർക്ക് അല്ലെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഒരു ഊഹം വെച്ച് ചെയ്തിട്ട് നമ്മൾ 1-2 പ്രാവശ്യം ചെയ്ത് വരുമ്പോൾ ആ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ഈ സ്കില്ല് ശരിയാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മളൊന്ന് ഗസ് ചെയ്തിട്ടൊക്കെ നോക്കുക എത്ര വേണം. അപ്പോൾ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെറുപയർ ഇരിക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ ഈ മാസത്തേക്ക് ഇനി ചെറുപയർ എത്ര വേണം എന്നുള്ളത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓരോ ഐറ്റവും വീട്ടിലുള്ളത് നോക്കിയിട്ട് ബാക്കി ഈ മാസത്തേക്ക് എത്ര വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് അത് എഴുതി വെക്കുക. അപ്പോൾ ഒരു മാസത്തേക്കുള്ള ഗ്രോസറി ലിസ്റ്റ് നമുക്ക് കിട്ടി. അതുപോലെ കുക്കിംഗ് ഓയിൽ, അതെല്ലാം ഈ ലിസ്റ്റ് കൊണ്ട് മാത്രമേ നമ്മൾ കടയിൽ പോകാൻ പാടുള്ളൂ. സാധാരണയായിട്ട് നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ കണ്ണിൽ കാണുന്നതെല്ലാം ഓരോ ഐറ്റംസും അതിൻ്റെ ആ ഭംഗിയൊക്കെ കണ്ടിട്ട് എല്ലാം വലിച്ചു വാരി എടുക്കും. പിന്നെ സംഭവിക്കുന്നത് എന്താണ്, നമ്മളെല്ലാം കൊണ്ടുവന്നിട്ട് ഇതിൽ പകുതിയും നമ്മൾ എക്സ്പയറി ആയി കഴിഞ്ഞ് പിന്നെ അത് വലിച്ചെറിഞ്ഞ് കളയേണ്ടി വരും. അപ്പം നമ്മുടെ പൈസയെല്ലാം അവിടെ പോകണത്. അപ്പം നമ്മളിങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിലുള്ളത് മാത്രമേ വാങ്ങൂ എന്നുള്ള ഒരു ഉറപ്പോടുകൂടി പോകണം. അത് മാത്രം എടുക്കുക, ബാക്കിയുള്ളതെല്ലാം അവിടെ ഇരുന്നോട്ടെ. പിന്നെ സാധനങ്ങൾ നമ്മൾ എടുക്കുമ്പോഴും എക്സ്പയറി ഡേറ്റൊക്കെ നോക്കുക. കൂടുതൽ ഡേറ്റിലേക്ക് ഇരിക്കുന്നത് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല, അത് കുറച്ചാളും കൂടി നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഗ്രോസറി കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നത് എന്താണ്, വെജിറ്റബിൾസാണ്. വെജിറ്റബിൾസ് നമുക്ക് എന്തായാലും ഒരു മാസത്തേക്ക് വാങ്ങിക്കാൻ പറ്റില്ല, പക്ഷേ ഒരാഴ്ചത്തേക്ക് വാങ്ങാം. സാധാരണ ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസൊക്കെ നമ്മളൊരു പച്ചക്കറി കടയിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, അങ്ങനെ പലതും കണ്ട് ആ യൂട്യൂബിൽ ഇന്ന വീഡിയോ കണ്ട് അപ്പോൾ അതുണ്ടാക്കാം എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ പലരും എല്ലാം കൂടെ വലിച്ച് വാരി എടുക്കും. അതിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം നമ്മളുടെ വീട്ടിൽ കഴിക്കുന്ന വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഒരാഴ്ചത്തേക്ക് വേണ്ടുന്നത് മാത്രം മീൽ പ്ലാൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കിയിട്ട് അത് മാത്രം വാങ്ങുക. മാത്രമല്ല, ഓരോ ആഴ്ചത്തേക്ക് വാങ്ങുമ്പോഴും നമുക്ക് വെജിറ്റബിൾസ് ഓരോ ആഴ്ചയും മാറ്റി വാങ്ങാമല്ലോ. അപ്പോൾ പല വെജിറ്റബിൾസും നമുക്ക് ട്രൈ ചെയ്യുകയും ചെയ്യാം. പലതും ആകുമ്പോൾ അത് നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട്. അതുപോലെ വേസ്റ്റായി വെജിറ്റബിൾസ് കളയാൻ വേണ്ട. അപ്പോൾ അതും ഇതുപോലെ ലിസ്റ്റ് ചെയ്തിട്ട് ആ ലിസ്റ്റ് കൊണ്ടുപോയിട്ട് വാങ്ങുക. അടുത്തത് പൂജ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ചന്ദനത്തിരി, എണ്ണ, അതുപോലെ കുന്തിരിക്ക, മെഴുകുതിരി, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ അതും ലിസ്റ്റ് ചെയ്യുക. ഒരു മാസത്തേക്ക് എത്ര വേണം അത് മാത്രം വാങ്ങുക. ഇനി അടുത്ത ഐറ്റം വരുന്നത് നോൺ വെജ് ഐറ്റംസ്.
അത് ഈ പറഞ്ഞ പോലെ ഒരു മാസത്തേക്കൊന്നും വാങ്ങി വെക്കാൻ പറ്റില്ലല്ലോ. അത് വേണമെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് വാങ്ങാം. അതായത് ഇപ്പോൾ പ്രധാനമായിട്ട് വരുന്നത് മുട്ട, ഫിഷ്, ചിക്കൻ, അതുപോലെ ബാക്കിയുള്ള നോൺ വെജ് ഐറ്റംസൊക്കെ. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് വാങ്ങി വെക്കാം. ഒരാഴ്ചത്തേക്ക് എത്ര വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് മാത്രം വാങ്ങുക. ചിലപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ 2 ദിവസത്തേക്ക്, ഇപ്പോൾ ചിലവർ 2 ദിവസം ഫിഷ് അല്ലെങ്കിൽ 2 ദിവസം ചിക്കൻ, അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ചില വീടുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം സൺഡേ മാത്രം നോൺ വെജ് വെക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കി വാങ്ങുക. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് വേണ്ടുന്നത് മാത്രം ആഴ്ചയിൽ വാങ്ങുക. ഇങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് മാത്രമേ നമ്മളവിടെ പൈസ ചിലവഴിക്കുന്നുള്ളൂ. അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും, പച്ചക്കറിയൊക്കെ ഇപ്പം ഇങ്ങനെ വാങ്ങിയിട്ട് എന്ത് കിട്ടാനാണ്, ചെറിയ ചെറിയ പൈസയൊന്നുമല്ല. നമുക്ക് ഇപ്പം 1 രൂപയാണെങ്കിൽ, അല്ലെങ്കിൽ 5 രൂപ, 50 രൂപ, 100 രൂപയാണെങ്കിലും അതിങ്ങനെ കൂടുന്നതാണല്ലോ വലിയൊരു എമൗണ്ട് ആവുന്നത്. അപ്പോൾ ആ ചെറുതെന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. ആ ചെറുതുകൾ പലതും കൂടുന്നതാണ് നമുക്ക്, നമ്മളെപ്പോലുള്ളവർക്ക് ഒരു ചെറിയൊരു സേവിങ്സ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നത്. കിച്ചണിലെ പർച്ചേസ് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇതിനെ തന്നെ ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത് പറയാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെയുള്ള പ്രധാനമായിട്ടും നമ്മുടെ കുക്കിങ്ങിൽ ബേസിക് ഇൻഗ്രീഡിയൻസ്. ഇതൊക്കെ നമ്മൾ പാക്കറ്റ് പൊടി വാങ്ങുന്നതിന് പകരം ഈ മഞ്ഞൾ, മല്ലി, മുളക് ഇതൊക്കെ കുറച്ച് കൂടുതൽ വാങ്ങി കഴുകി ഉണക്കി മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അത്, നമ്മൾ ആ പാക്കറ്റ് പൊടി വാങ്ങുന്നതും ഇതും തമ്മിൽ, നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നല്ല മെച്ചം കിട്ടും. മാത്രമല്ല നമുക്ക് നല്ല ശുദ്ധമായ പ്രൊഡക്ട്സ് ഉപയോഗിക്കുകയും ചെയ്യാം, പൈസയും ലാഭിക്കാം. അതുപോലെ സാമ്പാർ പൊടി, രസപ്പൊടി, ഇങ്ങനെ പലതും, അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാം. അതുതന്നെ പുട്ടുപൊടി, അരിപ്പൊടി, ഗോതമ്പ് പൊടി, ഇതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ വീട്ടിൽ തയ്യാറാക്കാം. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചധികം ഇങ്ങനെ പൊടിപ്പിച്ചൊക്കെ വെക്കുമ്പോൾ കുറച്ചധികം വാങ്ങിക്കുമല്ലോ. അപ്പോൾ വീട്ടിൽ സ്റ്റോക്ക് സാധനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് തീർന്നു പോയാൽ അപ്പം കടയിൽ പോകേണ്ടി വരില്ല. പിന്നെ അതല്ല, ഇത് തമ്മിൽ ആ പാക്കറ്റ് പൗഡറും നമ്മൾ ഇതുപോലെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത് തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. അപ്പോൾ അത്രയും ലാഭം ഉണ്ടാവും. ഇനി ഒരു കാര്യം, കിച്ചണിൽ തന്നെ ഒരു കാര്യം പറയട്ടെ. കിച്ചണിൽ ഗ്യാസ് ഇല്ലാണ്ടൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഈ ഗ്യാസിൻ്റെ കാര്യം പലയിടത്തും സംഭവിക്കുന്നത്, നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കും, എന്നിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി ഇത് മറന്നു പോകും. വെള്ളം തിളച്ച് വറ്റി ചിലപ്പോൾ ആ പാത്രം കരിഞ്ഞു പോകുമ്പോഴായിരിക്കും, മണം കേട്ടായിരിക്കും നമ്മൾ ചെല്ലണത്. അതല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് നമ്മൾ പുറത്തെവിടെയെങ്കിലും പോകും. അപ്പോൾ ഇതൊന്ന് എല്ലാവർക്കും അല്ല, പക്ഷെ പലർക്കും ഇത് സംഭവിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മളൊരു ശ്രദ്ധ കൊടുത്താൽ അപകടം ഒഴിവാക്കാം. ഗ്യാസ് നമുക്ക് വെറുതെ വേസ്റ്റായി പോവുകയില്ല. ഇനി അടുത്തത് നമുക്ക് ക്ലീനിങ് പ്രൊഡക്ട്സിലേക്ക് പോകാം. ഇന്നിപ്പോൾ ഒരു വീട്ടിൽ ഒരുപാട് ക്ലീനിങ് പ്രൊഡക്ട്സ് വേണം. നമുക്കറിയാമല്ലോ, ഇപ്പോൾ അടുക്കളയിൽ ഡിഷ് വാഷ് ലിക്വിഡ്, അതുപോലെ ഫ്ലോർ ക്ലീനർ, ബാത്റൂം ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ, അതുപോലെ വാഷിംഗ് പൗഡർ, അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ടല്ലോ. ഇതിനെല്ലാം നല്ല റേറ്റാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഡിഷ് വാഷ് ലിക്വിഡ് ഒരു കമ്പനി പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ ബോട്ടിലിന് തന്നെ ഒരു 55 തൊട്ട് 100 രൂപ വരെ വരുന്ന ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിലൊരു ആവറേജ് നമ്മൾ 60 രൂപയുടെ ഒരു ബോട്ടിൽ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അത് മിക്കവാറും ഒരു മാസം ചിലപ്പോൾ 2 എണ്ണം വാങ്ങേണ്ടി വരും. അപ്പോൾ ഒരു 120 രൂപയാകും അല്ലേ ഒരു മാസം. അതല്ലെങ്കിൽ 100 രൂപ എന്ന് കണക്കാക്കും. 100 രൂപയാണെങ്കിൽ തന്നെ ഒരു വർഷത്തേക്ക് നമുക്ക് അതിന്, ആ ഡിഷ് വാഷ് ലിക്വിഡിന് മാത്രം 1200 രൂപ വരുന്നുണ്ട്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമ്മൾക്ക് ഈ പ്രൊഡക്ട്സ് എല്ലാം വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അധികം പൈസയും വരില്ല. ഇതിൻ്റെ എല്ലാം കിറ്റ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പം അതിൻ്റെയൊക്കെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നമ്മൾ കാണാറില്ലേ. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർ അത് നോക്കി ചെയ്താൽ മതി. മാർക്കറ്റിലൊക്കെ ചോദിച്ചാൽ ആ കിറ്റ് തരുന്ന അവർ പറഞ്ഞു തരും. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം, ഡിഷ് വാഷ് ലിക്വിഡ്. അത് ഒരു 200-250 രൂപ മുടക്കിയാൽ നമ്മൾക്ക് 10 മാസം അല്ലെങ്കിൽ ഒരു വർഷം വരെ ഉപയോഗിക്കാനുള്ള ലിക്വിഡ് നമുക്ക്
വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറയണത് ഇത്രയും രൂപ സേവ് ചെയ്യാനും പിന്നെ നമുക്ക് അത്യാവശ്യം ലാവിഷായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. മറ്റേ നമ്മൾ ഇത്രയും രൂപ കൊടുത്തതല്ലേ, അപ്പോൾ കുറച്ചധികം വെള്ളമൊക്കെ കൂട്ടി പിന്നെ അത് തീരുമ്പോഴായിരിക്കും അടുത്തതും. ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ സാധാരണ വീടുകളിലല്ലേ, ഒരു സാധാരണക്കാരുടെ വീടുകളിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ഇവിടെ നോക്ക്, ഇവിടുത്തെ സേവിങ് ഒന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തേ. 1200 രൂപയിൽ നിന്ന് നമ്മൾക്ക് 300 രൂപ പിടിക്കും. 300 രൂപക്ക് നമ്മൾക്കത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവിടെ വരുന്ന ആ ഡിഫറൻസ് നോക്ക്. 1200 മൈനസ് 300 അല്ലേ, 900 രൂപ. അപ്പോൾ 900 പോട്ടെ, നിങ്ങളൊരു 700 കാൽക്കുലേറ്റ് ചെയ്യും. ഇതുപോലെ ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യമേ പറഞ്ഞുള്ളൂ. അതുപോലെ നിരവധി ക്ലീനിങ് പ്രൊഡക്ട്സിൽ നിന്നുള്ളത്, തുണിക്കൊക്കെ മണം കൊടുക്കുന്ന കംഫർട്ട്, ഇതെല്ലാം ഇന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ സാധിക്കും. അപ്പം നിങ്ങളിതെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ഇത് ഓരോന്നും സിമ്പിളായിട്ടൊക്കെ അത് വീട്ടിലുണ്ടാക്കാൻ പറ്റും, ചെറിയൊരു എഫേർട്ട് ഇട്ടാൽ മതി. ഇത് തന്നെ നമ്മളൊരു വർഷത്തേക്ക് ഉള്ളത്, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്കായിട്ടുള്ളതാണെങ്കിലും നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പം തന്നെ അവിടെ വരുന്ന ആ ലാഭം, ഇതൊക്കെ നമുക്ക് സേവ് ചെയ്യാമല്ലോ. ഈ സേവിങ്സ് നമുക്ക് എടുക്കാമല്ലോ. അപ്പം ഇങ്ങനെ നമുക്കൊരു സേവിങ്സ് ഉണ്ടാക്കാം അല്ലേ. ഹോം മേക്കേഴ്സായ നമ്മൾക്ക് മറ്റ് ജോലിക്ക് പോകണില്ലെങ്കിലും നമുക്ക് വേറെ ഇൻകം ഇല്ല. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു സേവിങ്സ് ആയിട്ട് നമ്മളുടെ എടുത്തു വെക്കാൻ നമ്മൾക്ക് പറ്റണം അല്ലേ. അപ്പം നമ്മളുടെ ആവശ്യത്തിനായിട്ട് അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ഫണ്ടായിട്ടാ, അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ടായിട്ടാ, അതല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ യാത്രകൾക്ക് ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും നമുക്കൊരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ അവിടെ ചെയ്യാമല്ലോ ഫാമിലിയിൽ. അത് നമുക്കൊരു വലിയൊരു ഹാപ്പിനെസ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ വാങ്ങാം. അങ്ങനെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളനുസരിച്ച് ചെയ്യാം. പിന്നൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ മിക്ക വീടുകളിലും ക്ലീനിങ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തുനിന്ന് ആളെ സഹായത്തിന് വിളിക്കാറുണ്ട്. അപ്പം നമ്മൾ എന്തായാലും അവർക്ക് പൈസ കൊടുക്കണമല്ലോ. അപ്പം മിനിമം ഒരു 2000 തൊട്ട് 10000 വരെയൊക്കെ ഇതിന് ആവാറുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ പുറത്തുനിന്ന് ആളെ വിളിക്കാണ്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് വീട്ടമ്മ ഒറ്റയ്ക്ക് ചെയ്യണം എന്നല്ല, ഫാമിലിയിലെ എല്ലാവരെയും, ഹസ്ബൻഡും വൈഫും കുട്ടികളും എല്ലാവരും കൂടെ ചേർന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ക്ലീനിങ് ഡേ ആയിട്ടെടുക്കുക. അതായത് പ്രധാനമായിട്ടും മാറാലടിക്കുക, ജനലൊക്കെ ക്ലീൻ ചെയ്യുക. ഇതൊക്കെ അതിനൊരു ദിവസം തീരുമാനിച്ച് ആ ദിവസം എല്ലാവരും കൂടെ ചെയ്യുക എന്നുള്ളത്. ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്ന് പറയണത് എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ ആ ഒരു ബോണ്ടിങ്ങും മാത്രമല്ല, കുട്ടികൾക്കും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി വരെയാണ്. വീടൊക്കെ വൃത്തിയാക്കി ഇടണം, ഇത് ഞങ്ങളുടെയും കൂടി ഉത്തരവാദിത്തമാണെന്നുള്ള ഒരു ബോധവും അവരിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് മണിയും സേവ് ചെയ്യാം. മറ്റൊരു കാര്യം, നമുക്ക് പല ഫങ്ഷൻസും വരുള്ളൂ. നമ്മുടെ കുട്ടികളുടെ തന്നെ ബർത്ത്ഡേ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വെഡ്ഡിങ്, അതുപോലുള്ള പല ചടങ്ങുകളും വരുമ്പോൾ നമ്മൾ ഈ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ പൊടിച്ച് കളയാറുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊന്ന് ആലോചിക്കുക, ഇത്രയും പൈസ കൊടുത്തിട്ടുള്ള ഡ്രസ്സ് വാങ്ങണോ, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ളതിൽ നിന്ന് നല്ലത് തന്നെ ഇട്ടാൽ മതിയാ, അതുപോലെ ഓർണമെൻറ്റ്സൊക്കെ ഒരുപാട് പൈസ ചിലവാക്കണോ, അതൊക്കെ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് മതിയാന്നുള്ളതൊന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ പൈസ ഒരുപാട് ചോർന്ന് പോകുന്ന ചടങ്ങുകളാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, അതെല്ലാവർക്കും സാധിക്കുമെന്ന് എനിക്കറിയില്ല. മിക്കവാറും ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ കുട്ടികളെ നമ്മൾ ട്യൂഷന് വിടും അല്ലേ. അവരുടെ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ പഠനത്തിന് കുട്ടികൾ പിന്നോട്ട് പോകരുത്. അപ്പം അത്യാവശ്യം അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിവുള്ള വീട്ടമ്മമാരുണ്ടാവുമല്ലോ. ചിലവർക്ക് അറിവുണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഉള്ളൊരു സ്കില്ലാത്തവരുണ്ടാവും. സ്കില്ലുള്ളവരാണെങ്കിൽ നമ്മുടെ മക്കളെ നമുക്ക് തന്നെ ഇരുത്തി പഠിപ്പിക്കാം അല്ലേ. അതിന് നമുക്ക് സമയം കണ്ടെത്തി കുട്ടികളെ പഠിപ്പിക്കാം. ഈ പഠിപ്പിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയണത്, അവർ എന്തിനാണ് പിന്നോക്കം നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ സ്റ്റഡി നിലവാരം എന്താണ്, ആ കുട്ടിയുടെ നിലവാരം എന്താണെന്നൊക്കെ നമുക്ക് നേരിട്ട് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ആ കുട്ടിയെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വലിയ കാര്യമല്ലേ.
മാത്രമല്ല ആ ഒരു കുട്ടികളായിട്ട് നമ്മൾ കൂടുതൽ നേരം ഇടപഴകുമ്പോഴും ആ ഒരു ബോണ്ടിങ്ങും ഒക്കെ വളരെ നല്ലതാണ്. ചിലയിടത്ത് ഒരു അടിപിടി ബഹളമൊക്കെ എല്ലായിടത്തും ഉണ്ടാവും അല്ലേ. പഠനത്തിനായിട്ട് വരുമ്പോൾ കുട്ടികളും പാരൻറ്റും ഒക്കെ ആയിട്ട് എപ്പോഴൊക്കെ ഉണ്ടാവുന്നതാണ്. അതൊക്കെ നമുക്ക് അങ്ങോട്ട് സോൾവ് ചെയ്ത് ഇന്നൊക്കെ ഒരുപാട് നമുക്ക് അതിന് വേണ്ടി ചെയ്യാവുന്ന മെത്തേഡുകളൊക്കെ നമുക്കിന്ന് ഒരുപാട് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ കുട്ടികളെ പഠിപ്പിക്കാം. ഇവിടെ നമുക്ക് ട്യൂഷൻ ഫീ ലാഭിക്കാം. മാത്രമല്ല ഈ പഠിപ്പിക്കുന്ന ആളുടെ ബ്രെയിനും ഒരു ഉണർവുണ്ടാവും. അപ്പം അതും ഒരു നല്ല കാര്യം തന്നെ. ഇനി അടുത്തൊരു കാര്യം, ഈറ്റിംഗ് ഔട്ട്. അതൊരു ട്രെൻഡാണ്. അത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് കേട്ടോ, അത് വേണ്ടെന്നല്ല. എന്നാലും അത് നമ്മളൊന്ന് ലിമിറ്റ് ചെയ്യുക. അത്യാവശ്യം വേണ്ടുന്നപ്പോൾ മാത്രം പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക കുട്ടികളൊക്കെ ആയിട്ട്. പക്ഷെ നമ്മളിങ്ങനെ മണിയൊക്കെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇടയ്ക്കൊന്ന് പോകാൻ പറ്റും എന്നുള്ളത് വേറെ കാര്യം. നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് പോവുക. അതല്ലാണ്ട് എപ്പോഴും പുറത്ത് പോയി കഴിച്ചാൽ പൈസ ഇല്ലാത്തവരാണെങ്കിൽ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി നേരെ താഴത്തോട്ട് പോകും. അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് പലരും പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിന് പോയാലും നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് പറ്റുള്ളൂ. അത് നമ്മുടെ ഒരു കൾച്ചറായി മാറിയിരിക്കുകയാണ്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടെന്നല്ല, അത് നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് മാത്രം ചെയ്യുക. ഇപ്പം മണി സേവ് ചെയ്യണം എന്നുള്ള ഒരു വീട്ടമ്മയാണെങ്കിൽ അതൊന്നും കർശനമായിട്ടൊന്ന് നിയന്ത്രിക്കുക. അപ്പം അതും ഒരു സേവിങ് ആവും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു.